കേരളത്തിലെ കോൺഗ്രസിന്റെ ചാനൽ മുഖവും അതിനെല്ലാം അപ്പുറം യുവാക്കളുടെ ഒരു ആവേശവുമാണ് ഡോക്ടർ ജിൻഡോ ജോൺ എന്ന നേതാവ്. എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കാരനായ യുവ നേതാവ് വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ പണിക്ക് പോയും തട്ടുകട നടത്തിയുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. ആ ജിൻഡോ ജോൺ ഡോക്ടറേറ്റ് വരെ നേടിയ ഒരു വ്യക്തി കൂടിയാണ്. ഏതു പാർട്ടിക്കാർക്കും നേതാക്കളാകാൻ ശ്രമിക്കുന്നവർക്കും ഒരു മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിട്ടാണ് ജിൻഡോ ജോണിനെ കേരളം കാണുന്നത്. അങ്ങനെ പറയാൻ ഒട്ടേറെയുണ്ട് അദ്ദേഹത്തെ പറ്റി, അതിനൊന്നും ഇപ്പോൾ സമയമില്ല. എങ്കിലും ഇത്രയെങ്കിലും ഇവിടെ പറഞ്ഞത്, അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ആദ്യഘട്ടം പൂർത്തിയാക്കിയപ്പോൾ ആകെയുള്ള 28 സീറ്റുകളിൽ 22 സീറ്റുകളിലും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. 6 സീറ്റുകളിൽ ഘടകകക്ഷികൾ മത്സരിക്കും. അതിലേറ്റവും പ്രധാനമാണ് ജിൻഡോ ജോൺ അങ്കമാലി തുറവൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളത്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭരണമാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഇതുവരെ കാഴ്ചവെച്ചതെന്നും കെട്ടുറപ്പോടെ ഭരിക്കാൻ കഴിഞ്ഞുവെന്നും പറഞ്ഞുകൊണ്ട് ഷിയാസ് തുടങ്ങിവെച്ച ആ പുതിയ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനിയായി ജിൻഡോ ജോണും ഇടം പിടിച്ചു എന്നുള്ളതാണ്. അതായത് ഇനി 5 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ബാക്കിയുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല നേതാക്കളും, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ പോലും ആ നിയമസഭാ സ്ഥാനാർത്ഥിത്വം മാത്രം മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചില മണ്ഡലങ്ങളിൽ MLA സ്ഥാനാർത്ഥിയാകാൻ ലിസ്റ്റിൽ പേരുള്ള ജിൻഡോ ജോൺ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇത് കേരളത്തിലെ മുട്ടയിൽ നിന്നും വിരിയുന്നതിന് മുൻപേ സ്ഥാനാർത്ഥി മോഹവും കൊണ്ട് നടക്കുന്ന യുവ നേതാക്കൾക്ക് വലിയ പാഠമാണ്. നമ്മൾ തന്നെ പലയിടത്തും കണ്ടതാണ്, പലരും നമ്മളോട് ഇങ്ങോട്ട് പറയാറുള്ളതുമാണ്. ഒരു ജില്ലാ കമ്മിറ്റിയിൽ പേര് വന്നാൽ മതി, അപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലവും സ്വപ്നം കണ്ട് നടക്കാം എന്നുള്ളത്. എന്നാൽ ഒരു വാർഡിലേക്ക് മത്സരിക്കാനോ ആ വാർഡിൽ മത്സരിച്ചാൽ ജയിക്കാനോ ഉള്ള ഒരു കപ്പാസിറ്റിയും ഈ പറയുന്ന കുട്ടി നേതാക്കൾക്കൊന്നും ഇല്ലതാനും. എന്നാൽ ഇവിടെ ജിൻഡോ ജോണിൻ്റെ പേര് പെരുമ്പാവൂരോ ഇരിഞ്ഞാലക്കുടയിലോ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം പറഞ്ഞു കേൾക്കുന്നതിനിടെയാണ് ഇപ്പോൾ ആ പറയുന്നതെല്ലാം അവിടെ നിൽക്കട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം തുറവൂർ സീറ്റ് പിടിച്ചെടുത്ത് ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിനെ ശക്തമാക്കാം എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ ജോൺ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. വലിയൊരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ആ നേതാവിന്. അങ്ങനെയുള്ള ചെറുപ്പക്കാർ കടന്നു വന്നാൽ മാത്രമേ കോൺഗ്രസിൽ ഈ അധികാര രാഷ്ട്രീയം ഇല്ലാതാകാൻ പോകുന്നുള്ളൂ. നമുക്കറിയാം, വലിയ നേതാക്കളുടെ പെട്ടിയും താങ്ങി നടക്കുന്ന ഒട്ടനവധി കുട്ടി നേതാക്കളുണ്ട്. ആ നേതാക്കൾക്കെല്ലാം താല്പര്യം ആദ്യം തന്നെ KSU മുതൽ തന്നെ താല്പര്യം ജില്ലാ പഞ്ചായത്തിലേക്കൊന്നുമല്ല, അവർക്ക് നിയമസഭയും ലോകസഭയും ഒക്കെയാണ്. അതുപോലെ കൊടിവെച്ച കാറിൽ പായാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യത്തിനും അവസരത്തിനും വേണ്ടി അവർ കാത്തു നിൽക്കുന്നു. അപ്പോഴാണ് അതെല്ലാം അവിടെ മാറ്റിവെച്ച് പോരാടി ജയിക്കാനുള്ള ഉറച്ച തീരുമാനത്തിൽ ജിൻഡോ ജോൺ എന്ന കേരളത്തിലെ ജനലക്ഷങ്ങളുടെ അല്ലെങ്കിൽ യുവ പ്രവർത്തകരുടെ ആവേശമായി നിൽക്കുന്ന ജിൻഡോ ജോൺ വലിയൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും ജിൻഡോ ജോണിന് വലിയൊരു സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയില്ല.